ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു തത്വമസി യൂട്യൂബ് ചാനൽ. കളക്റ്റീവ് എനർജി ചെക്കാണ്. ഒരു 5 കാർഡ് റീഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു റീഡിംഗ് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ഒന്നുമല്ല. ഐ വാസ് ഗൈഡഡ് ടു ഡു ദിസ് റീഡിംഗ്. അപ്പം ഇതിൽ പറയാനുള്ളത് നിങ്ങളുടെ എനർജീസിനെ കുറിച്ചാണ്. ഈ ഡെത്ത് ആൻഡ് റീബർത്ത് കാർഡ്, സോളിൻ്റെ റീഇൻകാർണേഷൻസിനെ കുറിച്ചും റീബർത്തുകളെ കുറിച്ചും ഒരു എനർജി അപ്ഡേറ്റ് തരണമെന്ന് തോന്നി. അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ഡ്രീംസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് മാനിഫെസ്റ്റ് ചെയ്യാൻ ഇത്രയും വ്യഗ്രത നിങ്ങൾക്ക് ഉണ്ടാവുന്നത്? കാരണം ഒരു മനസ്സിലെ ഒരു ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ ഈ ആഗ്രഹങ്ങൾ എത്രയൊക്കെ ജന്മങ്ങൾ എടുത്തിട്ടും പൂർത്തീകരിക്കാതെ ഈ ഭൂമി വിട്ടു പോകാനായിട്ട് സാധിക്കില്ല. അത്രയും പ്യുവർ ആയിട്ടുള്ള ഒരു സോൾ ആവാതെ, ഇനി ഒരു ആഗ്രഹങ്ങളും ഇല്ല, എല്ലാത്തിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആവാതെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡ്രീംസിന് വളരെ വലിയ ഒരു വാല്യൂ നിങ്ങളുടെ ലൈഫിലുണ്ട്, നിങ്ങളുടെ സോൾ ജേർണിയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത്. എന്നാൽ ആക്സെപ്റ്റൻസിന് അതിലും വലിയൊരു സ്ഥാനമുണ്ട്. നിങ്ങളുടെ സിറ്റുവേഷൻസ് എന്താണ് അത് അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഒരു ഡിറ്റാച്ച്മെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. എന്നിരുന്നാലും ജീവിതത്തിൽ വരുന്ന സാഹചര്യങ്ങളെല്ലാം ആക്സെപ്റ്റ് ചെയ്ത് ലക്ഷ്യങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സാഹചര്യങ്ങളായിരിക്കാം. എല്ലാത്തിനെയും നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്ത് ലെറ്റ് ഗോ ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും വീണ്ടും നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഇമോഷൻസിനെയും കൂടെ നിങ്ങൾ ഡിറ്റാച്ച് ചെയ്യേണ്ടതാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടതാണ് ഈഗോ എന്ന് പറയുന്ന ഒരു ഇമോഷൻ. അതിൽ നിന്ന് നിങ്ങൾ എത്രത്തോളം നിങ്ങളെ ഡിറ്റാച്ച് ചെയ്യുന്നു അത്രയും ബ്ലെസ്സിങ്സ്, അബണ്ടൻസ് നിങ്ങളിലേക്ക് വരുന്നതാണ്, ഒഴുകി വരുന്നതാണ്. ഒരു മാഗ്നറ്റ് പോലെ നിങ്ങൾക്കത് അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനായിട്ടും എത്ര ആഗ്രഹങ്ങൾ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കിയെടുക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കാതെ പോകുന്നു അത്രയും റീബേർത്തുകളും അല്ലെങ്കിൽ റീഇൻകാർണേഷൻസ്. റീബേർത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഉള്ള ഒരു ബേർത്തിനെ കാട്ടിലും മുകളിലോ താഴെയോ ഉള്ള ഒരു ബേർത്ത് ആയിരിക്കാം. അതായത് ഒരു മനുഷ്യ ജന്മമായിട്ടാണ് നിങ്ങളിപ്പോൾ ജീവിക്കുന്നത്. അടുത്തൊരു ജന്മത്തിൽ നിങ്ങൾ ഒരു മൃഗമായിട്ടോ 4 കാലുള്ള ഒരു മൃഗമായിട്ടോ പക്ഷിയായിട്ടോ മരമായിട്ടോ ഒക്കെ ജനിച്ചു കഴിഞ്ഞാൽ അതിനെ റീബേർത്ത് എന്ന് പറയാം. എന്നാൽ റീഇൻകാർണേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് ലെവലിലാണോ ഉള്ളതിൽ അതിലും ഒരു അഡ്വാൻസ്ഡ് ലെവലിൽ വരുമ്പോഴാണ് റീഇൻകാർണേഷൻ എന്ന് പറയുന്നത്. അത് അവൻ്റെ ആക്ഷൻസിനെ ബേസ് ചെയ്ത്, അവൻ്റെ കർമ്മയെ ബേസ് ചെയ്തിട്ടാണ് അവൻ്റെ നെക്സ്റ്റ് ലൈഫ് വരെ ഡിസൈഡ് ചെയ്യപ്പെടുക. അപ്പം എത്രയും നിങ്ങൾക്ക് ഈ ഒരു ലൂപ്പിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സോളിനെ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു ജേർണി ഫാസ്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ മനഃപൂർവ്വം തന്നെ നിങ്ങൾ നിങ്ങളെ ഫിൽട്ടർ ചെയ്യേണ്ട ഒരു എനർജിയാണ്. സോ നോക്കാം നിങ്ങളുടെ ഒരു കളക്റ്റീവ് എനർജി ചെക്ക്. ഓക്കെ, നമുക്ക് കുറേ കാർഡ്സ് വന്നിട്ടുണ്ട്. The Father, the Star-born, the Mother, the Vow, the Vision. Okay. Bottom energy, the Dead End ആണ് വന്നിരിക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് റീഡ് ചെയ്യാം. ഓക്കെ, ആദ്യം തന്നെ ഈ ഒരു ഫാദർ കാർഡ് വന്നിട്ടുണ്ട്. ഈ ഷേക്സ്പിയേഴ്സിൻ്റെ പ്ലേസിലൊക്കെ ഫാദറിനെ നമുക്ക് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേഴ്സണലായിട്ട് എടുക്കല്ലാതെ ഒരു പാറ്റേൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ മാസ്കുലൈൻ എനർജിയിൽ നിന്ന് പഠിക്കാനുണ്ടായിരിക്കും. കാര്യം ഇതിനൊരു ഡ്യുവൽ നേച്ചറുണ്ട്, ഒരു ഡ്യുവാലിറ്റി ഉണ്ട്. ഇതിൻ്റെ ഒരു ലൈറ്റർ സൈഡിൽ, ഇതിൻ്റെ ലൈറ്റർ സൈഡ്, ലൈറ്റ് വേർഷനിലാണെങ്കിൽ വളരെ സപ്പോർട്ടീവായിരിക്കും, സ്ട്രാറ്റജിക് ആയിരിക്കും. അതായത് ഒരു ഡിവൈൻ മാസ്കുലൈൻ എനർജി എന്ന് നമുക്കിതിനെ പറയാം. അതുപോലെ അതോറിറ്റേറ്റീവ് ആൻഡ് ഈക്വലി കൈൻഡ് ആ ഒരു എനർജി ആയിരിക്കും. എന്നാൽ ഇതിൻ്റെ ഒരു ഡാർക്കർ സൈഡ് ഉണ്ട്. ഈ ഒരു സൈഡ് ഡാർക്കർ സൈഡാണ്. ഇത് ഡിസ്റ്റോർട്ടഡ് മാസ്കുലൈൻ എനർജി എന്ന് നമുക്ക് പറയാം. ഇതിൽ വരുന്നത് ഡിസപ്പോയിൻമെൻറ്റ്സ് ആണ്, ഫെയിലിയേഴ്സ്, ഡിവാസ്റ്റേറ്റഡ് ബൈ ഫെയിലിയേഴ്സ്, തോൽവികളിൽ നിന്നുള്ള നിരാശകൾ, ഡിസപ്പിയറിങ്, ഒരു ആബ്സെൻസ്. അതായത് ഇമോഷണലി ഒരിക്കലും
അവൈലബിൾ ആവാതെ ഇരിക്കുക. ഇതൊക്കെ ഈ ഒരു ഡ്യുവൽ നേച്ചർ എന്ന് പറയുന്നത് ഈ മാസ്കുലിനിറ്റിയുടെ ഒരു ഭാഗമാണ്. ഇതിന് നിന്നൊരു എസ്കേപ്പ് വളരെ ബുദ്ധിമുട്ടാണ്. മാക്സിമം ഇതിനെ കുറയ്ക്കാൻ, ഏതെങ്കിലും ഒരു സൈഡിനെ കുറച്ച് വെക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം ഇതൊരു ആർക്കിടൈപ്പാണ്, ഒരു മാസ്കുലിനിറ്റിയുടെ ഒരു ആർക്കിടൈപ്പാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ ഇതിലേതാണുള്ളത്? നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി ഇമോഷണലി അൺഅവൈലബിൾ ആണോ? ആർക്കെങ്കിലും എന്നല്ല, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്. അതോ നിങ്ങൾ എപ്പോഴും അവൈലബിൾ ആണോ? നിങ്ങൾ ഒളിച്ചോടുന്ന വ്യക്തികളാണോ? സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളാണോ? ഇത് നിങ്ങൾ സ്വയം ചിന്തിക്കുക, ആ മാറ്റം നിങ്ങളിൽ കൊണ്ടുവരിക. ഇത് നിങ്ങളുടെ ഫാദർ ഫിഗറിൽ നിന്നും, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു മാസ്കുലൈൻ ഫിഗറിൽ നിന്നും ഇത് കാണുന്ന വ്യക്തികൾ, അത് ഇത് നിങ്ങളുടെ ഫാദർ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ആകാം. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു മാസ്കുലൈൻ ഫിഗർ ഉണ്ടെങ്കിൽ അവരിൽ നിന്നും നിങ്ങൾ അനുഭവിക്കുന്ന ഒരു എനർജി ആയിരിക്കാം ഇത്. അതല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഒരു എനർജി ആയിരിക്കാം. ഇതിൽ ഫാദർ ആണെങ്കിൽ മക്കൾ, അല്ലെങ്കിൽ പാർട്ട്ണർ ആണെങ്കിൽ ഓപ്പോസിറ്റ് ഹാഫ്, ദ ബെറ്റർ ഹാഫ്, ഇവരൊക്കെ ഇതിൽ നിന്ന് ഒരുപാട് ലെസൺസ് പഠിച്ചതിന് ശേഷം ഫാമിലിയിൽ നിന്ന് പുറത്തിറങ്ങി ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് എന്ന് പറയുന്നത് പോലെ ഇമോഷണലി ഫാമിലിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അവർ വേൾഡുമായിട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഇനിഷ്യലി ഒരു ഗ്രോത്ത് ആണ് അവർക്ക് ഉണ്ടാക്കുന്നത്. അത് ഐദർ ഇൻ എ ഗുഡ് വേ ഓർ ഹാർഡ് വേ അവർ ലെസൺസ് പഠിക്കുകയാണ്. സോ വാട്ട് റിയാലിറ്റി ഈസ് എന്നുള്ളത്. സോ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു എനർജി യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾക്കത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ഇവിടെ മദർ വന്നിട്ടുണ്ട്, അത് തന്നെ നോക്കാം. യെസ്, ഇത് നമുക്കൊരു ഫെമിനൈൻ എനർജി, അതായത് നിങ്ങൾ കാണുന്ന വ്യക്തികൾ നിങ്ങൾക്ക് ഈ ഒരു മാസ്കുലൈൻ ആൻഡ് ഫെമിനൈൻ എനർജി എന്താണെന്ന് മനസ്സിലാക്കി, നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉള്ള എനർജികളാണ്, അതിനെ ഒന്ന് ബാലൻസ് ചെയ്തെടുക്കേണ്ടത് ഈ ഒരു സമയത്ത് വളരെ ആവശ്യമാണ്. ഈ മദർ എനർജിക്കും നമുക്ക് രണ്ട് സൈഡ്സ് പറയാം. അതായത് ഡിസ്റ്റോർട്ടഡ് ഫെമിനൈനിലും നിൽക്കാം, ഡിവൈൻ ഫെമിനൈനിലും നിൽക്കാം. മദേഴ്സ് ലവ് ഇസ് എറ്റേണൽ എന്ന് പറയുന്നത്. എന്നാൽ ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡാണ് ഇതിൻ്റെ ഡിസ്റ്റോർട്ടഡ് ഫെമിനൈൻ വേർഷൻ എന്ന് പറയുന്നത്. അവിടെ അത് വളരെ കൺട്രോളിങ് ആയിരിക്കും, നിങ്ങളുടെ ഗ്രോത്തിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതായിരിക്കും, ലിമിറ്റിംഗ് ആയിരിക്കും, നിങ്ങൾക്ക് ഒരു ബോക്സിനുള്ളിൽ നിങ്ങളെ തളച്ചിടുന്നതായിരിക്കും ആ ഒരു എനർജി. എന്നാൽ അതേസമയം ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ്, ഒരു ഡിവൈൻ ഫെമിനൈൻ സൈഡ് എന്ന് പറയുമ്പം വളരെയധികം ഗ്ലോയിങ് ആയിരിക്കും, ജനറേറ്റീവ്, ക്രിയേറ്റീവ് ആൻഡ് നർച്ചറിങ്, ഭയങ്കരമായിട്ടൊരു ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കും. കാരണം ഹർ ജേർണി ഈസ് നോട്ട് ഈസി. ഒരു അമ്മയുടെ ജേർണി എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു ജേർണി അല്ല. അവിടെ എത്ര ചാലഞ്ച് ഉണ്ടെങ്കിലും അമ്മ തൻ്റെ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നത് പോലെ, അതല്ലെങ്കിൽ അത്രയും കെയറും അറ്റൻഷനും കൊടുക്കുന്നത് പോലെ. എന്നാൽ ഇതൊരു പരിധി അപ്പുറം കടന്നു കഴിഞ്ഞ് ഈ ഒരു ഹോൾഡിങ് എന്ന് പറയുന്നത് ലൂസൺ അപ്പ് ആക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ആ കുട്ടിയെ ബാധിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ എനർജി നിങ്ങൾ ഏത് തരത്തിൽ ചാനലൈസ് ചെയ്യുന്നു എന്നതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവുകയും അതേ എനർജി നിങ്ങളെ തകർക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് എനർജികളാണ്, രണ്ട് ആർക്കിടൈപ്പ് എനർജികളാണ്. ഫാദർ മദർ എന്ന് പറയുന്നത് രണ്ട് ഓപ്പോസിറ്റ് എനർജികളാണ്, എന്നാൽ രണ്ടും അത്യാവശ്യമായിട്ടുള്ള എനർജികളാണ്. നമ്മൾ പ്രകൃതിയും പുരുഷനും എന്ന് പറയുന്നത് പോലെയുള്ള ഒരു എനർജി. ഇതിനെ രണ്ടിനെയും നിങ്ങൾ സംയോജിപ്പിച്ച് കറക്റ്റ് അളവിൽ കൊണ്ടുപോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സക്സസ് നേടാൻ സാധിക്കില്ല. എന്ന് മാത്രമല്ല, ജീവിതത്തിലൊരു സമാധാനം, അതുപോലെ ക്ലാരിറ്റി ഇല്ലായ്മ, ഇതൊക്കെ നിങ്ങൾക്ക് എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ നിലനിൽക്കും. അതിന് മാറ്റുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതായിട്ട് നമുക്ക് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് സ്റ്റാർ ബോൺ ആണ്. നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് മറന്ന് കിടന്നിരുന്ന ഒരു ഡ്രീം അല്ലെങ്കിൽ ഒരു ഡിസയർ, അത് നിങ്ങളെ തേടി എത്തുന്ന ഒരു എനർജി ആണിത്. ഒരു ലക്ഷ്യബോധമുണ്ടാകുന്ന ഒരു സമയം, ഒരു ഡെസ്റ്റിനേഷൻ, ഒരു പർപ്പസ് ഒക്കെ നിങ്ങൾ തന്നെ, നിങ്ങളുടെ പർപ്പസ് എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയുന്ന ഒരു സമയം. ചിലപ്പോഴെങ്കിലും നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റില്ലെന്ന് മറ്റുള്ളവർ പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ളവർ പറയുന്ന കാര്യങ്ങൾ
എത്തിപ്പിടിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു എനർജി. ശരിക്കും ഇതിൻ്റെ അകത്ത് ഈ ഒരു കാർഡ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യത്തിനെ മറികടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രാവൽ ബാക്ക് നടത്തേണ്ടതാണ്. അതായത് നിങ്ങളുടെ ബർത്ത് മുതൽ ചൈൽഡ്ഹുഡിലുള്ള ഒരു ദൂരം നിങ്ങളൊന്ന് സഞ്ചരിക്കേണ്ടതാണ്. അതായത് ഇപ്പം നമ്മൾ മണിച്ചിത്രത്താഴ് മൂവിയൊക്കെ കാണുന്ന സമയത്ത് അതിൽ ഗംഗയുടെ ക്യാരക്ടർ ഉണ്ടാകുന്ന ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ സണ്ണി ഗംഗയുടെ ചൈൽഡ്ഹുഡിലേക്കൊക്കെ സഞ്ചരിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ റൂട്ട് കോസ് അന്വേഷിച്ചു പോകുന്ന ഒരു സീനാണ്. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ. അവൻ്റെ ചൈൽഡ്ഹുഡ് അവനെ അത്രയും ഡെവലപ്പ് ചെയ്യുന്ന, അവനെന്നൊരു വ്യക്തിയെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആ ഒരു ചൈൽഡ്ഹുഡ് അത്രയും മോൾഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ശക്തമായിട്ടുള്ള ഒരു സൂചനയാണത്. ആൻഡ് നെക്സ്റ്റ് വി ഹാവ് ദ വിഷൻ. ഓക്കെ, ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ്. അതായത് നമ്മൾ ഓരോ സോളുകളും ജനിക്കുന്നത് ഒരു പർട്ടിക്കുലർ ഒരു വിഷൻ, ഒരു ലക്ഷ്യം, വളരെ ശക്തമായിട്ടുള്ള ഒരു ലക്ഷ്യവുമായിട്ടാണ്. പക്ഷെ നമ്മൾ ജനിക്കുന്ന സമയത്ത് തന്നെ ഈ ലക്ഷ്യം മറന്നു പോവുക ചെയ്യുന്നത്. അപ്പം ഇത് ഒരു സോൾ ജനിക്കുന്ന സമയം തൊട്ട് ആസ് എ ചൈൽഡ് നമ്മളൊരു റീഡിസ്കവറി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആരാണ് എന്നുള്ള ചോദ്യത്തിൻ്റെ അന്വേഷണമാണ് ഈ ഒരു ജീവിതം മുഴുവനും തന്നെ. ഇതിൻ്റെ ഒരു ക്ലൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്വപ്നങ്ങളിലൂടെ ലഭിക്കും എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നിങ്ങളുടെ സബ് കോൺഷ്യസിൽ സ്റ്റോർഡ് ആണ് ഈ വിഷൻസ് എല്ലാം. നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ സ്വപ്നമായിട്ട് വരുന്നതൊക്കെ ഈ ഒരു സബ് കോൺഷ്യസ് എനർജിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലക്ഷ്യങ്ങളൊക്കെ സ്വപ്നത്തിലൂടെ നിങ്ങൾക്ക് വരാം. ചെറിയ ചെറിയ ഫ്ലാഷസ് ആയിട്ട്, ചെറിയ ഇമേജസ് ആയിട്ടൊക്കെ നിങ്ങളുടെ മൈൻഡിൽ വരാം. പക്ഷെ അതൊക്കെ അൺഅറ്റൈനബിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയും നിങ്ങൾ അതിനെ വിട്ടുകളയുകയും ചെയ്യുന്ന ഒരു എനർജി. എന്നാൽ നിങ്ങൾക്ക് ചെറിയ രീതിയിലെങ്കിലും അതിലോട്ടൊരു വിശ്വാസം വന്നു തുടങ്ങുന്ന സമയത്ത്, ശക്തമായ ഒരു കോളിംഗ് വരുന്ന സമയത്ത് നമ്മൾ സിൻക്രണസിറ്റീസിൽ വിശ്വസിക്കാൻ തുടങ്ങും. ലൈക്ക് ഏഞ്ചൽ നമ്പേഴ്സ്, യൂണിവേഴ്സ് തരുന്ന ഓരോ സൈൻസിൽ ഒക്കെ നിങ്ങൾ വിശ്വസിക്കാനായിട്ട് തുടങ്ങും. പുതിയ പുതിയ വാതിലുകൾ അന്വേഷിച്ചു പോകാൻ തുടങ്ങും. എന്തോ ഒരു ഫുൾഫിൽമെന്റ് ഫീൽ ചെയ്യുന്നില്ല, അതിലേക്കുള്ള ഒരു വാതിലാണ് അന്വേഷിക്കുന്നത്. അതിന് ഗൈഡൻസ് എടുക്കാവുന്നിടത്തുനിന്ന് ഗൈഡൻസ് എടുക്കും. ഇതുപോലെയുള്ള ചാനലുകൾ, ടാരറ്റ് റീഡിങ്സ്, പല സ്പിരിച്വൽ ടോപ്പിക്സ്, അതായത് സോളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ അന്വേഷിക്കാനായിട്ട് തുടങ്ങും. എല്ലാം നിങ്ങൾക്ക് ഈ ഒറ്റൊരു വിഷൻ ഉണ്ട്, അതിലേക്ക് എത്താനുള്ള ഒരു ആഗ്രഹം, ഒരു ഭയങ്കരമായ തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇതെല്ലാം നിങ്ങളുടെ സോള് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത് തന്നെയാണ്. കാർഡ് നിങ്ങൾക്ക് തരുന്ന ഒരു ക്ലൂ, നിങ്ങളുടെ വിഷൻ, നിങ്ങളുടെ ആ ഒരു ലക്ഷ്യം ഇപ്പോൾ നിങ്ങൾ അന്വേഷിച്ച് ഇരിക്കുന്ന, എന്നാൽ നിങ്ങൾക്ക് അറിയാത്തതായിട്ടുള്ള മിസ്റ്റീരിയസ് ആയിട്ടുള്ള അതിനുള്ളൊരു ക്ലൂ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ചെറുപ്പകാലത്തിൽ ഇഷ്ടമുണ്ടായിരുന്ന മൂവീസ് അല്ലെങ്കിൽ ആർട്ട് പെയിന്റിങ്സോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആർട്ട് ഫോം ഒന്ന് ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ നിങ്ങളുടെ വിഷനിലേക്കുള്ള ഒരുപാട് ക്ലൂ ഉണ്ടാകും. കാരണം ആസ് എ ചൈൽഡ് നിങ്ങൾ ഒരുപാടൊന്നും എക്സ്റ്റേണൽ വേൾഡുമായിട്ട് അധികം ഇൻഫ്ലുവൻസ്ഡ് അല്ല. നിങ്ങൾ സ്റ്റിൽ ഒരു ഡിവൈൻ്റെ ഒരു എനർജിയുമായിട്ട് നടക്കുന്നവരാണ്. ആ സമയം നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട്, അതിലേക്കൊന്ന് റീകണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് കാർഡ് വന്നിട്ട് ദ വൗ. ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രോമിസസ്. അതായത് നിങ്ങൾക്ക് തന്നെ കൊടുത്തിട്ടുള്ള പ്രോമിസുകൾ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു വ്യക്തിക്ക് കൊടുത്തിട്ടുള്ള പ്രോമിസുകൾ, മറ്റൊരു വ്യക്തി നിങ്ങൾക്ക് നൽകിയിട്ടുള്ള പ്രോമിസുകൾ. ബ്രേക്കിംഗ് വോ എന്ന് പറയുന്നത് നിങ്ങൾ ഉണ്ടെങ്കിൽ കാർമിക് ഡെറ്റ്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങളോട് ഏതെങ്കിലും ഒരു വ്യക്തി അത് ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ കാർമിക് ഡെറ്റ്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം നേച്ചറിനൊരു ലോ ഉണ്ട്, വാട്ട് യു ഗീവ് ദാറ്റ് വിൽ ബി റെസിപ്രൊക്കേറ്റഡ്, അതാണ് തിരികെ വരുന്നത്. അതുകൊണ്ട് ഈ പ്രോമിസസ് എന്ന് പറയുന്നത് പറഞ്ഞിട്ടില്ലെന്ന് പറയാനോ
മറന്നു കളയാനോ പറ്റില്ല. നിങ്ങളത് പറയുന്നുണ്ടെങ്കിലും അത് പ്രകൃതിയിലേക്ക് ആ എനർജി നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പം അത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കോംപ്ലക്സിറ്റീസ് സൃഷ്ടിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രോമിസസിന് ഒരു വാല്യൂ കൊടുക്കുക. നിങ്ങളോട് പ്രോമിസ് ബ്രേക്ക് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവരുടെ കർമ്മ അവർക്ക് കർമ്മ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ കർമ്മ അവർ അനുഭവിക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ പ്രോമിസിലേക്ക് ഫോക്കസ് കൊടുക്കേണ്ടതാണ്. ഒരു പ്രോമിസും അങ്ങനെ വെറുതെ കളയാനുള്ളതല്ല. അതായത് വാക്ക് പറയുന്നതൊന്നും വെറുതെ അല്ല. നമ്മൾ പറയുന്ന ഒരു കാര്യവും അങ്ങനെ വെറുതെ പറഞ്ഞതാവാനായിട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. എത്രത്തോളം നമ്മൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും. സോ ഐദർ റീകണക്ട് ടു യുവർ പ്രോമിസസ്. അതല്ല നിങ്ങൾക്കത് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട പ്രോപ്പർ നടപടികൾ, പ്രോപ്പർ റിച്വൽസ് എടുക്കുക ഫോർ ദ ക്ലോഷർ ഓഫ് ഇറ്റ്. കാര്യം നിങ്ങളുടെ ഈ ഒരു പ്രോമിസുകളുടെ ഒരു വാല്യൂ ഇന്ന് വളരെ ഈസി ആയിട്ട് വാക്കുകൾ പറഞ്ഞിട്ട് പോകുന്ന മനുഷ്യരാണ്. അപ്പം അതുകൊണ്ട് സംസാരത്തിൻ്റെ വാക്കുകളുടെ പവർ, പ്രോമിസുകളുടെ പവറിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതിരിക്കുക. നമ്മൾ ഓരോ പ്രോമിസ് മേക്ക് ചെയ്യുന്ന സമയത്തും നമ്മൾ കാണാത്ത ശക്തികൾ ഇത് കേൾക്കുകയും ശ്രദ്ധിക്കുകയും അറിയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളൊരു പ്രോമിസ് ബ്രേക്ക് ചെയ്യുമ്പോൾ അവിടെ ഈശ്വരൻ്റെ കോടതിയിൽ, ഡിവൈൻ്റെ കോർട്ടിൽ ഇവരൊക്കെ വിറ്റ്നസ്സുകളാണ്. സോ ജസ്റ്റിസ് എന്ന് പറയുന്നത് ഏത് തരത്തിലാണ് യൂണിവേഴ്സൽ ജസ്റ്റിസ് വരുന്നത് എന്നുള്ളത് നമ്മൾ പിന്നീട് കണ്ടറിയേണ്ടതായിട്ടുള്ളൊരു ആവശ്യമാണല്ലോ. ആൻഡ് ദ ബോട്ടം എനർജി എന്ന് പറയുന്നത് ഡെഡ് എൻഡ് ആണ്. ഞാൻ ഈ ഒരു റീഡിങ് എടുക്കാൻ തന്നെ കാരണം എനിക്ക് ഡെത്ത് ആൻഡ് റീബർത്തിന്റെ എനർജി വളരെ പ്രോമിനൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു റീഡിങ് എടുത്തത്. ഈ ഒരു ഡെഡ് എൻഡ് പറയുന്നത് നമ്മൾ ആദ്യം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. അതായത് നിങ്ങൾ ഒരു ഹോണസ്റ്റിയോട് കൂടിയിട്ട് കറേജിയസ് ആയിട്ട് കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അഡാപ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഡെഡ് എൻഡ്സ് എന്ന് പറയുന്നത് ഒരു തരത്തിലും ഒരു അൾട്ടിമേറ്റ് എൻഡ് അല്ല. അതിനൊരു ന്യൂ ബിഗിനിങ് അവിടെ ഡെഫിനറ്റ്ലി ഉണ്ട് എന്നുള്ള ഒരു മെസ്സേജാണ്. ഈ ഒരു റീബർത്തുകളെ കുറിച്ച് തന്നെ നമുക്കിത് സൂചിപ്പിക്കാം എന്നുള്ളതാണ്. ഇഫ് ഇറ്റ്സ് നോട്ട് എ ഹാപ്പി എൻഡിങ്, ഇറ്റ്സ് നോട്ട് എൻ എൻഡിങ് യെറ്റ്. യെസ്, സോ ഇതാണ് നിങ്ങൾക്കുള്ള ഒരു എനർജി റീഡിങ്, ക്വിക്ക് എനർജി റീഡിങ് ആയിരുന്നു. നിങ്ങൾക്കിത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ചാനലിൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾക്ക് എപ്പോഴും ഒരു മോട്ടിവേഷൻ ആണ്, ഒരു ഇൻസ്പിറേഷൻ ആണ് കൂടുതൽ നന്നായിട്ട് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഇനി ഒരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിങ് കോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ്. അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിനും ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടിങ്, മൈൻഡ് മാസ്റ്ററി ലെസൺസ് ഒക്കെ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ, അതുപോലെ സ്പിരിച്വൽ ഗൈഡൻസസ് ഇതൊക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോയിൻമെൻറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, സോ ഇതായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ഒരു ടോപ്പിക്. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഓഫ് യു ഓൾ ടേക്ക് കെയർ. ബൈ.